In this video, we are discussing about the integral surface passing through a given curve. Previous video I പറഞ്ഞിട്ടുണ്ടായിരുന്നു integral surface എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the solution of a partial differential equation. ഒരു partial differential equationന്റെ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് integral surface അഥവാ general integral എന്നൊക്കെ പറയുന്നത്. അത് integral surface എന്ന് പറയാൻ അർത്ഥം the solution lies on a surface. അതുകൊണ്ടാണ് integral surface എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ in this topic we are discussing about the integral surface passing through a given curve. അപ്പം നമുക്ക് we can start. Suppose we have obtained two integral curves u of xyz equal to c1 and v of xyz equal to c2. അപ്പം നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാർഷ്യൽ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്നാണ് സൊല്യൂഷൻ എഴുതിൻ്റെ ഫോർമാറ്റ്. അതിൽ യു ഓഫ് xyz ഈക്വൽ ടു c1 ആൻഡ് v of xyz ഈക്വൽ ടു c2 രണ്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ഫ്രം ദി ഓക്സിലറി ഇക്വേഷൻ ഓഫ് എ ഗിവൺ പി ഡി ഇ ദ സൊല്യൂഷൻ ഓഫ് ദ പി ഡി ഇ ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫോം എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. ഒരു പി ഡി ഇയുടെ സൊല്യൂഷൻ എഴുതേണ്ട ഫോർമാറ്റാണ് എന്ത് എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. രണ്ട് സൊല്യൂഷനാണ്. ഒന്ന് ഫംഗ്ഷൻ ഓഫ് യു ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c1 ആൻഡ് വി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇൻ്റഗ്രൽ സർഫസ് ഓഫ് ദ ലീനിയർ പി ഡി ഇ എക്സ് പി പ്ലസ് വൈ ക്യൂ, ഇത് പ്ലസ് ആണ്, എക്സ് പി പ്ലസ് വൈ ക്യൂ ഈക്വൽ ടു സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ സർക്കിൾ defined by x squared plus y squared plus z squared equal to 4 and x plus y plus z equal to 2. അപ്പോൾ ഒരു ഇതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അഥവാ ഇൻ്റഗ്രൽ സർഫസ് കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് സർക്കിൾ. ആ സൊല്യൂഷനിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? വിച്ച് കണ്ടെയ്ൻസ് ഒരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. അതായത് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ദാറ്റ് സൊല്യൂഷൻ ഈസ് കണ്ടെയ്ൻസ് എ സർക്കിൾ. ആ സൊല്യൂഷൻ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? അതായത് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? വിച്ച് കണ്ടെയ്ൻസ് എ സർക്കിൾ ഡിഫൈൻഡ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് സെഡ് സ്ക്വയർഡ് ഈക്വൽ ടു 4 ഒരു ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2. അപ്പം ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് പി ഡി ഇ കണ്ടെയ്ൻസ് ദ സർക്കിൾ എന്താണ് ഡിഫൈൻഡ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് സെഡ് സ്ക്വയർഡ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം. ഒരു ഇൻ്റഗ്രൽ സർഫസ് ഒരു ലീനിയർ പി ഡിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഒരു ലീനിയർ പി ഡിയുടെ ഫോർമാറ്റ്? പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. ഒരു ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്താണ്? ജനറൽ ഫോം എന്താണ്? പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് പി പ്ലസ് വൈ ക്യൂ ഈക്വൽ ടു സെഡ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ കാണാൻ സാധിക്കും പി എന്താ കിട്ടണേ? എക്സ് ആണ് കിട്ടുന്നത്, ക്യൂ എന്താ കിട്ടുന്നത്? വൈ ആണ് കിട്ടുന്നത്, ആർ ഈക്വൽ ടു സെഡ്. ഇനി ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ ആണ്. അതൊക്കെ നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണോ പി ക്യൂ ആർ കിട്ടിയത് അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയത് ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ് എന്നാണ് കിട്ടിയത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കോമ്പിനേഷൻ എടുക്കുക. ഒന്നില്ലെങ്കിൽ 1 ഉം 2 എടുത്ത് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ 2 ഉം 3 എടുക്കുക, അല്ലെങ്കിൽ 1 ഉം 3 എടുക്കുക. ആകെ 2 സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 സൊല്യൂഷൻ ഏതാണ്? ഇതാണ് 2 സൊല്യൂഷൻ. ഒന്ന് യു ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c1 ആൻഡ് വി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c2. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇതിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ, 3 ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൽ ഇത് 2 എടുക്കുക. ടേക്ക് ഫസ്റ്റ് ആൻഡ് 2 dx by x equal to dy by y. അപ്പോൾ ഇത് ഓൾറെഡി വേരിയബിൾ സെപ്പറബിൾ ഫോർമിലാണ് കിടക്കുന്നത്. ഈ ഭാഗത്ത് എക്സ്, ഈ ഭാഗത്ത് വൈ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലെഫ്റ്റും റൈറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് വൈ ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് വരും? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു സി. അപ്പോൾ എക്സ് ബൈ വൈ ഈക്വൽ ടു ഇ റേസ് ടു സി എന്ന് വരും. ഇ റേസ് ടു സിക്ക് നിങ്ങൾ വേറൊരു പേര് കൊടുക്കുക, c1. അപ്പോൾ ഫസ്റ്റ് കിട്ടി എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു u1. ഇത് നമുക്ക് യു ആയിട്ട് എടുക്കാം. അതായത് യു ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c1 ആയിട്ട് എടുക്കാം. അതായത് ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി നിങ്ങൾ ഇതിൽ തന്നെ എന്ത് ചെയ്യുക? സെക്കൻഡും തേർഡും കൊടുക്കുക. സെക്കൻഡും തേർഡും കൊടുത്താൽ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ സെഡ്. അതായത് വേരിയബിൾ ഫോർമാറ്റ് സെപ്പറബിൾ ഫോർമാറ്റ് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈ ഈക്വൽ ടു ലോഗ് സെഡ് പ്ലസ് സി. അപ്പോൾ ലോഗ് വൈ ബൈ സെഡ് ഈക്വൽ ടു സി. അപ്പോൾ വൈ ബൈ സെഡ് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു സി ഈക്വൽ ടു c2. അപ്പോൾ വൈ ബൈ സെഡ് ഈസ് c2. അങ്ങനെ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഫ് ഓഫ് യു വി എന്ന് എഴുതിയാൽ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ 2 സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? എഫ് ഓഫ് എക്സ്
എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് അതേപോലെ വൈ ബൈ സെഡ് ഈക്വൽ ടു 0. വൈ ബൈ സെഡ് 2 സൊല്യൂഷൻ അത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങളിവിടെ നോക്കുക. പക്ഷേ നിങ്ങളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ സർക്കിൾ ആൻഡ് ദിസ് ലൈൻ, അപ്പോൾ ഇതിന് ഡിഫൈൻ ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് സെഡ് സ്ക്വയർഡ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2. അപ്പം ഇനി നമുക്ക് എന്ത് വേണം? ഈ കിട്ടിയിരിക്കുന്ന സൊല്യൂഷനും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഈ സൊല്യൂഷൻ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻസ് സർക്കിൾ ആൻഡ് ദിസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനും ഈ സർക്കിളും ഈ ലൈനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ സൊല്യൂഷൻ ഓഫ് എക്സ് ബൈ വൈ ഈക്വൽ ടു C1 ആൻഡ് വൈ ബൈ സെഡ് ഈക്വൽ ടു C2. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ നോക്കുക. ഗിവൺ എക്സ് വൈ ബൈ ഈക്വൽ ടു C1 വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ബൈ C1 ഫസ്റ്റ് സൊല്യൂഷനിൽ നിന്ന് ഇത് കിട്ടി. അതേപോലെ വൈ ബൈ സെഡ് ഈക്വൽ ടു C2 അവിടെ നിന്ന് സെഡ് ഈക്വൽ ടു വൈ ബൈ C2 എന്ന് കിട്ടി. അപ്പം വൈ എന്തായിരുന്നു? എക്സ് ബൈ C1 ആയിരുന്നു. അപ്പോൾ എക്സ് ബൈ അത് ജസ്റ്റ് 2 സൊല്യൂഷൻ എടുക്കുക. എക്സ് ബൈ വൈ ഈക്വൽ ടു C1 വൈ ബൈ സെഡ് ഈക്വൽ ടു C2. അവിടെ നിന്ന് നമ്മൾ 2 എടുത്തു. വൈനെ എക്സിലേക്ക് മാത്രം മാറ്റി എഴുതി, സെഡിനെയും അതേപോലെ എക്സിലേക്ക് മാത്രം മാറ്റി എഴുതി. എന്നിട്ട് ആ സർക്കിൾ എടുക്കുക, തന്നിരിക്കുന്ന സർക്കിൾ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് സെഡ് സ്ക്വയർഡ് ഈക്വൽ ടു 4. ഇവിടെ എക്സിന് അങ്ങനെ തന്നെ എഴുതുക, വൈനെ എക്സിൻ്റെ ടേമിലേക്ക് എഴുതി, സെഡിനെ എക്സിൻ്റെ ടേംസിലേക്ക് എഴുതി, സിംപ്ലിഫൈ ചെയ്ത് ഈ ഇക്വേഷൻ എഴുതുക. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2. രണ്ടാമത്തത് ഒരു ലൈനും ഒരു സർക്കിളായിരുന്നു. സർക്കിളിനെ നമ്മൾ ഒരു ഇക്വേഷനാക്കി എഴുതി. അതേപോലെ ഇതിനെ എഴുതിയിട്ട് എക്സിനെ വൈനെയും സെഡിനെയും എക്സിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് സ്ക്വയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇക്വേഷൻ്റെയും ആദ്യത്തെ സർക്കിളിൻ്റെയും ലൈനിൻ്റെയും റൈറ്റ് സൈഡ് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വി ക്യാൻ ഇക്വേറ്റ്. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നിങ്ങൾ ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒരു ഇത് കിട്ടി. അതെന്താണ്? എക്സ് വൈ പ്ലസ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സെഡ്. അപ്പോൾ എന്താണ്? ഒരു പി ഡി എടുത്തു. ആ പി ഡിനെ നമ്മൾ സോൾവ് ചെയ്തു. 2 സൊല്യൂഷൻ ഉണ്ട്. ആ പി ഡി ഒരു സർക്കിളും ലൈനും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർക്കിളും ലൈനിലും നമ്മൾ ആ സൊല്യൂഷൻ കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ, ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തു. ആ സൊല്യൂഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതിൽ? സർക്കിളിലും ലൈനിലും. ഇതാണ് ആ റിലേഷൻ. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം.